കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓഗസ്റ്റ് മാസം 2026 19 തീയതി നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തീരുമാനിച്ച പോലെ ഇന്ന് കടന്നു വന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് തന്നെ വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആൾ കുറഞ്ഞെന്നോർത്തോ അന്തരീക്ഷം ഇങ്ങനെയാണെന്നോർത്തൊന്നും നമ്മൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. എനിക്കതിലൊന്നും ഒരു കുലുക്കവും ഇല്ല. ഞാൻ നേരത്തെ ടൈറ്റിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇസ്രയേലിൽ നിന്ന് 35 ലക്ഷം, ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞത് 40 ലക്ഷത്തിന് മേൽ വരുമെന്നാണ്. കുട്ടികളും കുഞ്ഞുങ്ങളും അപ്പനമ്മ എല്ലാവരും കൂടിയൊക്കെ ചേർത്ത് 40 ലക്ഷത്തിന് മേലെ വരും. എല്ലാത്തിനെയും കൂടി മരുഭൂമി കൊണ്ടിട്ട് കൊന്നുകളഞ്ഞാൽ ഒരു സഹോദരനോട് പറയുക സ്തോത്രം. അപ്പോൾ പുറപ്പെട്ട് ക്വാണ്ടിറ്റി അല്ല വിഷയം, കനാനിൽ എത്ര പേര് പ്രവേശിച്ചെന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ദൈവമക്കളെ, കോടാനുകൂടി വിശുദ്ധന്മാർ ഈ ഭൂമിയിലുണ്ടെങ്കിലും അവർ എത്ര പേരാണ് നിത്യത പ്രാപിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നമ്മുടെ ഈ ക്ലാസ്സുകളും നമ്മുടെ ഈ പഠനങ്ങളൊക്കെ ദൈവരാജ്യം പ്രാപിക്കുക, സ്വർഗരാജ്യം പ്രാപിക്കുക, അതാണ് അതിൻ്റെ പ്രധാന ഗോള്, അതിൻ്റെ ലക്ഷ്യം അതാണ്. അതിലപ്പുറം ഒരു ലക്ഷ്യവും നമുക്ക് ആർക്കുമില്ല, എനിക്കില്ല. സ്തോത്രം. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. സ്തോത്രം. കാരണം ഇന്ന് കൂട്ടായ്മ നടത്തുന്നതിന് പല പല ലക്ഷ്യങ്ങളാണ് അല്ലേ. ചിലർക്ക് കസേര വേണം, ചിലർക്ക് പണം വേണം, ചിലർക്ക് മറ്റു പലതും സ്ഥാനമാനങ്ങൾ, അങ്ങനെ ഒത്തിരി വേണം. നമ്മളെ സംബന്ധിച്ച് അതൊന്നുമല്ല. നമ്മളൊരു 10 പേരെ 5 പേരെ കൂട്ടി വരുത്തി ദൈവവചനം പ്രസംഗിച്ച് കർത്താവിൻ്റെ വേണ്ടി ഒരുക്കുക, ബസ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പിന്നെയും കർത്താവിന് ഉദിക്കുന്നെങ്കിൽ കടന്നു വരുന്നു. അത് എത്ര പേര് വരുന്നു, എത്ര പേര് കൂടുതൽ, ഇതൊന്നും ഒരു വിഷയമല്ല. വരുന്നവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നല്ല ആത്മശക്തി പ്രാപിച്ച് നല്ല ദൈവകൃപ പ്രാപിച്ച് ഏത് പ്രതികൂല സാഹചര്യത്തിലും തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 1 ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്ക് ഒന്ന് വായിച്ചിട്ട് ഒരു ടൈറ്റിലായിട്ട് നമുക്കൊരു ചെറിയ മെസ്സേജിൽ കൂടി കർത്താവ് നമുക്ക് തരുന്നു. 1 തെസ്സലോനി 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. വന്നാലും ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതെ ഇരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷഘോഷത്തിൽ ദൈവത്തിന് ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. സാമ്പോൾ പാസ്റ്ററിനെ ഇങ്ങോട്ട് അയച്ചു. എന്തിനാ? കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കാൻ, വചനത്തിൽ ഉറപ്പിക്കുവാൻ, പ്രത്യാശയിൽ ഉറപ്പിക്കുവാൻ, പ്രതികൂല സാഹചര്യങ്ങളിൽ കുലുങ്ങിപ്പോകാതിരിക്കാൻ, ദുഷ്ടനായ സാത്താൻ്റെ തീയമ്പുകൾ നമുക്കെതിരെ വരുമ്പോൾ അവിടെ പതറിപ്പോകാതിരിക്കുവാൻ കർത്താവിനെ അയച്ചിരിക്കുകയാണ്. ചില പ്രത്യേക സ്തോത്രം നിയോഗങ്ങൾ തന്നാണ് ഇന്ന് പോലും ഞാനിവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ വിഷയങ്ങൾ എത്ര വലുതാകട്ടെ, ആ വിഷയങ്ങൾ ദൈവത്തിന് വലുതല്ല, നമുക്കാണത് വലുത്. സ്തോത്രം. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ മേരി സൗരിക വിഷയങ്ങളുണ്ട്, ജോണച്ചാനുണ്ട്, ജോസഫാസനുണ്ട്, സഹോദരനുണ്ട്, എനിക്ക്, നമുക്ക് എല്ലാവർക്കും വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ നമുക്കാണ് വലുത്. എൻ്റെ കർത്താവിന് അതൊരു വിഷയമേ അല്ല. നമ്മുടെ ദൈവത്തോട് എങ്ങനെ സമീപിക്കുന്നു, നാം ദൈവത്തെ എങ്ങനെ അറിയുന്നു, ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളതൊക്കെ, നാം ദൈവത്തെ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം. ആ ദൈവത്തെ നാം അറിയുന്നതനുസരിച്ചാണ് നമ്മുടെ വിഷയങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നീക്കുപോക്കുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുക. ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ചില നാളുകളായി കർത്താവ് പ്രേരണ തന്നിരിക്കുന്നു. ഒന്ന് പ്രിയ സഹോദരിക്ക് വേണ്ടിയാണ്. സ്തോത്രം. അതാണിപ്പോൾ പ്രധാനമായിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ സ്തോത്രം ഞാൻ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴും ആ ചിന്ത പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ അതൊരു ദൈവ നിയോഗമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കും. അവസാന സമയമാകുമ്പോൾ പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിൽ സ്തോത്രം ചെയ്ത് സഹോദരി ദൈവങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവർക്കൊരു തലമുറ കൊടുക്കണം. അതാണ് വിഷയം. ആ തലമുറ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും അത് അസാധ്യമാണെന്ന്. ദൈവത്തിന് സകലതും സാധ്യമാണ്. എന്നോട് പറഞ്ഞു കർത്താവ്, ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അതിനുള്ള ഒരു വചനത്തിൻ്റെ പാക്കേജ് ഇപ്പം തന്നെ എഴുതിയെടുത്തോ. റോമാലേഖനം 4:17 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേരി. എന്നിട്ട് ആ വാക്യം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ റിലീസ് എടുത്തേക്കണം. സ്തോത്രം. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. ആ റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ ലാസ്റ്റ് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിച്ച് ആ ദൈവത്തിൻ്റെ ആലോചന സ്തോത്രം നിറവേറാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ആ വിടുതൽ പ്രാപിച്ചുകൊള്ളുക, ആ അനുഗ്രഹം പ്രാപിച്ചുകൊള്ളുക. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. ദൈവത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ. ദൈവത്തിന് സകലതും സാധ്യമാണ്.
നമുക്കാണ് അസാധ്യം, ദൈവത്തിൽ ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസമാണ് ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുന്നത്. സ്തോത്രം. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പിന്നീട് പ്രാർത്ഥിക്കാം. ആ വചനഭാഗവും ലാസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ അതിന് മുമ്പായിട്ട് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നു. അത് വായിച്ച് കമ്പിവാചകം പോലെ പറഞ്ഞിട്ട് നമുക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, രോഗശൈലി ഇരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഇന്ന് പൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കാരണം കർത്താവ് എന്നെ വിടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പല വിടുതൽ ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ആ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഉറച്ചൊന്ന് വായിച്ചാട്ടാരെങ്കിലും. എബ്രായ ലേഖനം 2-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേൾക്കത് അതേ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എബ്രായ ലേഖനത്തിൽ എഴുതിയ വചനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു. കർത്താവേ, ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ, ഇതിൻ്റെ പൊരുളുകളെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്, ഞങ്ങൾ കഴിവില്ലാത്തവരാണ്, ഞങ്ങൾക്ക് യാതൊരു സ്തോത്രം ജ്ഞാനവും ഒന്നുമില്ല. എന്നാൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് ജ്ഞാനം തരണം, അവിടെ നിന്ന് ഞങ്ങൾക്ക് കൃപ തരണം. ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ, പരിശുദ്ധാത്മാവിൽ ഈ വചനം ഗ്രഹിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം ആത്മാവിനാൽ തന്നെ ഗ്രഹിപ്പാൻ കർത്താവ് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനശുശ്രൂഷയ്ക്കെതിരെ പോരാടുന്ന എല്ലാ പോരാട്ട ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ദൂരീകരിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ 30, 60, 100 മേനി വിളഞ്ഞ് ഫലം പുറപ്പെടുവിക്കുവാൻ, ദൈവസഭയ്ക്ക് സബലന്മാരായി നിൽക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഞങ്ങൾ പ്രയോജനമുള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടെ നിന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ട് അങ്ങനെ ചെയ്താട്ട് മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഈ വചനഭാഗത്തെ വാഴ്ത്തി തരാനായിട്ട് നമുക്ക് സ്തോത്രത്തോടെ ദൈവത്തിൽ ഏൽപ്പിക്കാം. നമുക്കറിയാം, എബ്രായ ലേഖനം ഇത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതുന്നൊരു ലേഖനമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. എബ്രായ പദം ആണല്ലോ എബ്രായർ. അപ്പോൾ ഇത് യഹൂദന്മാരെയാണ്. ഇതിൽ പ്രതിപാദിക്കുന്ന എല്ലാ വിഷയങ്ങളും ന്യായപ്രമാണത്തിലെ പ്രധാന സബ്ജക്റ്റൊക്കെ എടുത്ത് ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരായി ജീവിച്ച സ്വത്രം യഹൂദന്മാരായ വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് പൗലോസ് അക്ഷാന്തം നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ലേഖനത്തിൻ്റെ ഓരോ വാക്യങ്ങളും ഓരോ അധ്യായങ്ങളും എന്ന് നമ്മൾ ഗ്രഹിക്കണം. സ്തോത്രം. യഹൂദന്മാരോട് പറയുമ്പോൾ നമ്മളോട് പറയുന്ന പോലെ പറഞ്ഞാൽ പോരാ, കട്ടിയായിട്ട് പറയണം. സ്തോത്രം. കാരണം അവർക്ക് ദൈവമുണ്ട്, അവർക്ക് ആലയമുണ്ട്, അവർക്ക് പുരോഹിതനുണ്ട്, അവർക്ക് സ്തോത്രം ആലയത്തിലെ ഉപകരണങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. ദൈവം തിരഞ്ഞെടുത്തൊരു ജാതിയാണ്. പക്ഷേ അവർ ദൈവപുത്രനെ തള്ളിക്കളഞ്ഞപ്പോൾ എന്ത് പറ്റി? അവർ ലോകം മുഴുവൻ ചിതറിക്കപ്പെടാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി കണ്ട ഇസ്രായേൽ ജനം, ഇസ്രായേൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ എത്ര അത്ഭുതങ്ങളാണ് കണ്ടത്? പറഞ്ഞു 10 അത്ഭുതം അല്ലേ? 10 അത്ഭുതം കണ്ട ഒരു അത്ഭുതത്തിൻ്റെ ഒരെണ്ണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. രാത്രി പകലുപോലാക്കി കൊടുത്തു. പിന്നെ ഭക്ഷണം എന്തോ വേണം, ആവശ്യത്തിന് ഭക്ഷണം, സ്തോത്രം. പിന്നെ വെള്ളം കടലിനെ ഭാഗിച്ച് മുമ്പോട്ട് നടത്തി. വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ പൊല്യൂട്ടഡ്, വിഷവെള്ളത്തിനാണ് കുടിക്കുന്നത്. പക്ഷേ എന്നാൽ കർത്താവ് പാറ പൊട്ടിച്ച് വെള്ളത്തിൽ നിന്ന് കൊടുത്തു. ഇട്ട വസ്ത്രം ജീർണിച്ചു പോയില്ല, കാല് വീങ്ങിയില്ല, അവരുടെ വസ്ത്രം ചീത്തായിപ്പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അങ്ങനെ ഒട്ടനവധി അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയിലൂടെ കടത്തിവിട്ട ജനം അവസാനം വന്ന് അവരെ ആത്മീകമായി ഉദ്ധരിക്കാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചപ്പോൾ എന്ത് ചെയ്തു? അവരെല്ലാം കൂടി പിടിച്ച് അവരെ ക്രൂശിച്ചു. അതോടുകൂടി അവരുടെ അധോഗതി തുടങ്ങി, അവരുടെ ഗതികെട്ട അവസ്ഥ തുടങ്ങി, അവരെല്ലാം ചിതറിപ്പോയി.
ചെതറിപ്പോയിട്ട് അവസാനം എന്തൊക്കെ സംഭവിച്ചു നമുക്കറിയാമല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പ്രിയ ദൈവമക്കളെ. അങ്ങനെ യഹൂദൻ തകർന്ന് തരിപ്പണമായി. സ്വതന്ത്രം ആ യഹൂദനെ ദൈവവചനം കൊണ്ട് പോഷിപ്പിക്കുന്ന ഓരോ വാക്യങ്ങളും അധ്യായങ്ങളുമാണ് ഈ എബ്രായ ലേഖനത്തിലുള്ളത്. അപ്പോൾ തന്നെ ജാതികളാകുന്ന നമുക്ക് വേണ്ടിയും ഈ ലേഖനം നിലകൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹൂദൻ തെറ്റ് ചെയ്താലും ദൈവം ശിക്ഷിക്കും, ജാതികൾ തെറ്റ് ചെയ്താലും ദൈവം ശിക്ഷിക്കും. ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. എബ്രായർ 10:26 മുതൽ. ഹല്ലേലൂയ. നമുക്ക് നോക്കാം. യഹൂദന്മാർക്ക് ശിക്ഷയുണ്ടോ, നമുക്ക് ശിക്ഷയുണ്ടോ എന്നുള്ള വാക്യം നമ്മളെ ഗ്രഹിപ്പിക്കാൻ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ശേഷിക്കാതെ അടുത്ത മോശയുടെ ന്യായപ്രമാണം. മോശ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുക. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവർ മരണശിക്ഷ കൽപ്പിക്കുക, 2-3 സാക്ഷികളെ വാമൊഴിയാൽ. അടുത്ത പുതിയ നിയമസഭയ്ക്ക് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തു. എത്ര കഠിനമേറി. അപ്പം നമുക്ക് ആ ശിക്ഷ കൂടുതൽ, നമുക്ക് ശിക്ഷ കൂടുതലേ. ദൈവപുത്രനെ ചവിട്ടിക്കളഞ്ഞാൽ, വിശുദ്ധീകരിച്ച നിയമരക്തം മലിനമെന്നെണ്ണിയാൽ, കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചാൽ കഠിനമേറിയ ശിക്ഷ വരും. ഞാൻ ഇന്നേക്കൊരു അഞ്ചലിൽ ഒരു ക്ലാസ് നടന്ന സമയത്ത്, എനിക്കൊരു 5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, 5-6 വർഷം മുമ്പ്, അവിടെ ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ സമയത്ത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, നമ്മൾ പുതിയ നിയമസഭയിലെ വിശ്വാസികൾ പാപം ചെയ്താൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, നഷ്ടപ്പെട്ടു പോകുമോ, ആത്മാവ് നരകത്തിൽ പോകാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റേതായ അഭിപ്രായം പറയാനില്ല, ഞാനൊരു വചനം എടുത്തു തരാം. അതാണ് ഈ വചനം ഞാൻ എടുത്ത് പറഞ്ഞത്. യഹൂദന് ശിക്ഷയുണ്ട്, നമുക്ക് ശിക്ഷയുണ്ട്. പൗലൂസ് പഠിപ്പിച്ച പൗലൂസാ ദൈവസഭയുടെ അപ്പോസ്തലൻ. പൗലൂസ് ദൈവസഭയുടെ അപ്പോസ്തലനാ. പിതാവാം ദൈവത്താൽ യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. അപ്പോൾ പൗലൂസ് പറയുക, യഹൂദൻ തെറ്റ് ചെയ്താൽ അവന് ശിക്ഷയുണ്ട്, ജാതികളായ നമ്മൾ തെറ്റ് ചെയ്താൽ ദൈവപുത്രനെ ചവിട്ടിക്കളയും വിശുദ്ധീകരിച്ച നിയമരക്തം മല്ലുമെന്നുണ്ടെങ്കിൽ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ എന്തുണ്ട്? കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി. പുള്ളിയെ പിന്നെ കണ്ടിട്ടില്ല. സംശയം ചോദിച്ചാൽ വന്നേ പുള്ളിയെ കണ്ടിട്ടില്ല. കാരണം പുള്ളി മുങ്ങിക്കളഞ്ഞു. എനിക്ക് തോന്നുന്നു വല്ല ഏടാകുളത്തിലൊക്കെ ചെന്ന് ചാടിയിട്ട് വന്ന് ചോദിച്ചായിരിക്കാം ചിലപ്പോൾ. ഇനിവേ എന്തു ആകട്ടെ, പ്രിയ വാത്സല്യ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കൊണ്ടു നടക്കുന്ന വേദപുസ്തകത്തിൻ്റെ താളുകളെല്ലാം നമ്മൾ വായിച്ച് പഠിച്ചിട്ടില്ല. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. എത്ര വരെ പഠിക്കും പാസ്റ്ററെ? എൻ്റെ ശ്വാസം പോകുന്നവരെ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ച് തീരത്തില്ല. അതുപോലെ ഗഹനമായ വചന വെളിപ്പാടുകളാണ് ഈ വചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ദൈവം നമുക്ക് ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ തന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. സ്തോത്രം. അപ്പം നാം തെറ്റ് ചെയ്താലും യഹൂദൻ തെറ്റ് ചെയ്താലും സ്തോത്രം, മോശയുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ കാണുന്നു, ശബത്ത് ദിവസം ഒരു വ്യക്തി വിറക് പിറക്കാൻ പോയാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലേ? അങ്ങനെയില്ലേ? സ്തോത്രം. എങ്ങനെയാ? നീ കണ്ടോ വിറക് പിറക്കാൻ പോയത്? സൗരം കണ്ടോ? കണ്ടു. ഒന്നേക്കുക. കൂടുതൽ പരിപാടിയൊന്നുമില്ല. ജഡ്ജൊന്നും വക്കീലും വെച്ച് 2 സാക്ഷികൾ, 2 സാക്ഷികളുടെ വാമടിയായത് കാര്യം ഉറപ്പാകും. സ്തോത്രം. അപ്പോൾ 2 സാക്ഷികളുണ്ടെങ്കിൽ സംഗതി തട്ടി വയ്ക്കുക. അതാണ് അവിടുത്തെ പ്രമാണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് അവരുടെ ശരീരത്തിൽ വെച്ച് നല്ലതാകലും തീകല തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. അപ്പം നാം ചെയ്യുന്ന തെറ്റുകൾക്ക് നാം ദൈവസ്ഥലത്ത് കണക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ ദൈവം നേരെ മുന്നമേ കണ്ടിട്ടുള്ളവരെ ദൈവം ബാലശിക്ഷ നൽകി ശുദ്ധീകരിക്കുക, അത് വേറെ വിഷയം. ആ ബാലശിക്ഷ കഴിഞ്ഞ് ശുദ്ധീകരിച്ചിട്ടും മുമ്പോട്ട് വരാത്തവരെ ദൈവം തീർച്ചയായിട്ടും നിത്യതയിൽ നിന്ന് മാറ്റിക്കളയുമെന്നുള്ളത് ന്യായമായി വചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം പത്രോസിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഭയത്തോടും വിറയലോടും കൂടി കഴിക്കുവാൻ കർത്താവ് നമുക്ക് കൃതരട്ടെ. ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് വരുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. എന്താ നമ്മൾ കേട്ടത്? എബ്രായർ 1:1 വായിച്ചേ.
എബ്രായർ 1-ന്റെ ഭാഗം ഭാഗമായിട്ടും ആ വിവിധമായിട്ടും ആ പ്രവാചകന്മാർ മുഖാന്തരം ആമേൻ പിതാക്കന്മാർ അരുളിച്ചത് ആ ഈ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. മതി, പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. സ്തോത്രം. എന്നാൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വിവിധമായി പ്രവാചകന്മാരോട് അരുളി ചെയ്തു. അതേതാ ഈ പ്രവാചകന്മാരോടുള്ള അരുളപ്പാടുകൾ? ഡിസ്പെൻസേഷൻ പഠിക്കണം. യുഗങ്ങൾ, ഓരോ യുഗങ്ങളിലും ഞാനതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിഷ്പാപ യുഗം ആദാമിൻ്റെ സൃഷ്ടി മുതൽ വീഴ്ച വരെ, മനസാക്ഷി യുഗം ആദാമിൻ്റെ വീഴ്ച മുതൽ ജലപ്രളയം വരെ, മാനുഷിക ഭരണയുഗം പെട്ടകത്തിൽ നിന്ന് നോഹയും കുടുംബവും ഇറങ്ങിയത് മുതൽ അബ്രഹാമിൻ്റെ വിളി വരെ, വാഗ്ദത്ത യുഗം അബ്രഹാമിനോടുള്ള വാഗ്ദത്തം മുതൽ ന്യായപ്രമാണം വരെ, ന്യായപ്രമാണം യുഗം ന്യായപ്രമാണം ലഭിച്ചത് മുതൽ ക്രിസ്തു വരെ, കൃപായുഗം യേശുക്രിസ്തു മുതൽ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ, മഹോദ്രവയുഗം സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ഭരണകാലം, സഹസ്രാബ്ദ യുഗം മഹോദ്രവം കഴിഞ്ഞതിന് ശേഷമുള്ള 1000 ആണ്ട് വാഴ്ച. സ്തോത്രം. അതാണ് സഹസ്രാബ്ദ യുഗം, 1000 ആണ്ട് വാഴ്ച. അത് കഴിഞ്ഞതിന് ശേഷം നിത്യയുഗം, പുതുവാന ഭൂമിയിലെ പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ച. 9 യുഗങ്ങളെക്കുറിച്ചാണ് വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ഞാനതിവിടെ നോട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ CC ജോർജ് അപ്പച്ചൻ ഞങ്ങളെ പഠിപ്പിച്ച ശക്തമായ പഠനത്തിൽപ്പെട്ടതാണ് 9 യുഗങ്ങൾ. അതിൽ ഓരോ യുഗങ്ങളിലും അതവിടെ പറയുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് ഓരോ യുഗങ്ങളിൽ വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. ഈ പെന്ററ്റുക്ക് എന്ന് പറയുന്ന 5 ഗ്രന്ഥങ്ങളുള്ള ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ കാലഘട്ടത്തിൽ അരുളപ്പാട് ആരിലൂടെയാണ് കിട്ടിയത്? മോശയിലൂടെയാണ് കിട്ടിയത്. ഇസ്രായേൽ ജനത്തിന് പ്രമാണം കൊടുത്ത മോശയിലൂടെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള യുഗങ്ങളൊക്കെ വരുമ്പോൾ ഓരോ പ്രവാചകന്മാരെ ദൈവം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെല്ലാവരുടെ പേര് പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല, പറഞ്ഞ സമയമൊക്കെ പോകും. അപ്പോൾ ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് ഓരോ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളപ്പാട് കൊടുത്തു. ദാവീദിലൂടെ അരുളപ്പാടുണ്ടായി, സ്തോത്രം, സോളമനിലൂടെ അരുളപ്പാടുണ്ടായി. അങ്ങനെ പഴയ നിയമത്തിലെ അതികരുത്തന്മാരായ ഭക്തന്മാരിലൂടെയൊക്കെ ദൈവം അരുളപ്പാടുകൾ ഓരോ യുഗങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി, പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുക. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറയുക, അപ്പോൾ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് അരുളപ്പാട് തന്നതല്ലേ? 4 സുവിശേഷങ്ങളല്ലേ? അല്ലല്ലോ. പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തത് അവരോടല്ലേ അരുളി ചെയ്തത്? മനസ്സിലാക്കണേ. നമ്മോട് അരുളി ചെയ്തിട്ടില്ല. നമ്മൾ ഈ 20-25 തലമുറയ്ക്ക് ശേഷമുള്ള നമ്മളോട് എങ്ങനെയാണ് പുത്രൻ വന്നപ്പോൾ അരുളി ചെയ്ത്? കർത്താവ് വന്നപ്പോൾ ആ തലമുറയിലുണ്ടായ ഗലീല പുരുഷന്മാരായ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കർത്താവ് ആത്മനിയോഗത്താൽ തിരഞ്ഞെടുത്ത് അവരെ കൂടെ കൊണ്ടു നടന്ന് 3.5 വർഷം പഠിപ്പിച്ച് അവരോടാണ് അരുളി ചെയ്തത്. അവരോടാണ് കൽപ്പന കൊടുത്തത്. സ്തോത്രം. നമ്മളോടല്ല. നമ്മളോട് കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല. മത്തായി 28:20 കാണാതെ പറയാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട്, അവിടെ ജാതികൾ വരുന്നത്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് അവരെ ഉപദേശിച്ചിട്ട് ഓൾ നേഷൻസ്, എല്ലാ ജാതികളെയും, എല്ലാ ഗോത്രത്തിൽപ്പെട്ടവരും, എല്ലാ ഭാഷയിൽപ്പെട്ടവരും, എല്ലാ വംശത്തിൽപ്പെട്ടവരും, എല്ലാ രാജ്യക്കാരും, കറുത്തവനും വെളുത്തവനും, പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും എല്ലാവരോടുള്ള അരുളപ്പാടുകൾ അപ്പോസ്തലന്മാരിലൊക്കെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. കർത്താവ് അവസാനം മരിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ അന്ത്യകൽപ്പനകളിൽപ്പെട്ടതാണ് മത്തായി 28-ന്റെ ലാസ്റ്റ് ഭാഗങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാത കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും. അപ്പം കർത്താവ് പോയി മരിച്ചടക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർ ലോകത്തോട് ആ ഉപദേശം പറഞ്ഞു. ലോകത്തോട് പറഞ്ഞു, ഓരോ ദേശത്ത് പോയി പറഞ്ഞു. റോമാ പട്ടണത്തിൽ പോയി പറഞ്ഞു, റോമാ സഭയുണ്ടായി. കൊരിന്ത് പട്ടണത്തിൽ പറഞ്ഞു, കൊരിന്ത് സഭയുണ്ടായി. എഫേസ്യ പട്ടണത്തിൽ പോയി പറഞ്ഞു, എഫേസ്യ സഭയുണ്ടായി. കൊലോസ്യ പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, കൊലോസ്യ സഭയുണ്ടായി. ഗലാത്യ എന്ന പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, ഗലാത്യ സഭയുണ്ടായി. പിന്നെ ഫിലിപ്പിയ പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, ഫിലിപ്പിയ സഭയുണ്ടായി. അടുത്ത തെസ്സലോനിക്ക പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, തെസ്സലോനിക്ക സഭയുണ്ടായി. ഉണ്ടായിട്ട് ആ കർത്താവ് കൽപ്പിച്ചതൊക്കെ ആ സഭകളെ കർത്താവ് അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ഇവിടെ ഏറ്റവും വിചിത്രമായൊരു കാര്യം, ഈ പഠിപ്പിച്ച ഉപദേശങ്ങളൊക്കെ അവർ പഠിപ്പിച്ചിട്ട് അവരങ്ങ് പോകുകയല്ല ചെയ്തത്, അവരെ കൊണ്ട് ദൈവം എഴുതി വെപ്പിച്ചു. അത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അത് ആർക്ക് വേണ്ടിയാണ്? യോഹന്നാൻ 17:20 വായിക്കാം. 17:20 വായിക്കാം. എൻ്റെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തിങ്ങനെ പറയുന്നത്. 17:20
നീ ഞങ്ങളുടെ ചെവി 17:20 എനിക്ക് കാണാതെ അറിയാം. ഞാൻ കാണാതെ പറയുന്ന ആളാണ്. എനിക്ക് ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കല്ലേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. നമുക്ക് വേണ്ടി അപേക്ഷിച്ചു. നമുക്ക് വേണ്ടി അള്ളപ്പാടുകൾ കർത്താവ് അവർക്ക് കൊടുത്തു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുക. ഈ നിൽക്കുന്ന പത്രോസ്, യോഹന്നാൻ, യാക്കോബിന് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ. ബിബ്ലിക്കലായിട്ടുള്ള ഏറ്റവും ഹയർ സ്റ്റഡിയാണ് കേട്ടോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലോ ക്ലാസ് ഒന്നുമല്ല ഇത്. PhD എന്ന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ. ഞങ്ങളുടെ ഗുരുനാഥൻ ആ നിലയിൽ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച് ഞങ്ങളെ 3 പേരെല്ലാം പഠനത്തിൽ പെട്ടവരാണ്. സ്തോത്രം. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. പിതാവിനോട് അപേക്ഷിക്കുക. സ്തോത്രം. ഇനി ഒരു കാര്യം, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിച്ച് പഠിച്ചാൽ ഈ 17-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വേണ്ട രീതിയിൽ ഇന്നത്തെ വിശ്വാസികൾക്ക് ഒന്നും അറിയത്തില്ല. സ്തോത്രം. ഞാനത് പലരിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുക. അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. 6-ാമത്തെ വാക്യം 17:6. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരാ നീ തന്ന്? കർത്താവ് കൊടുത്തതാണ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആയവർ. അവർ മീൻ പിടിച്ച് കിടന്നാണെന്നൊന്നും ഓർക്കണ്ട. ഇപ്പം വിശ്വാസികൾ പറയണത് എന്താണെന്നറിയോ? വലിയ വലിയ സ്കോളേഴ്സ് പറയണത് എന്താണെന്നറിയോ? ഈ പത്രോസൊക്കെ മീൻ പിടിച്ച് കിടന്നവർ, ചാള പിടിച്ച് കിടന്നവർ, ടാക്സി പിടിച്ച് കിടന്നവർ, ഞങ്ങളൊക്കെ PhD എടുത്തവർ, ഞങ്ങൾ വലിയ വലിയ സ്കോളേഴ്സായിട്ട് ഞങ്ങൾ സറാംപൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ചിട്ട് ഞങ്ങളിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു സഹോദരന്മാരെ, സറാംപൂർ യൂണിവേഴ്സിറ്റിയല്ല, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലും ഈ പത്രോസ്, യോഹന്നാനും യാക്കോബ് എഴുതി വെച്ച വചനങ്ങൾ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല നമുക്ക്. സ്തോത്രം. ഇവിടെ ഈ 6-ാം വാക്യം എന്താ പറയുന്നത്? നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് നിന്റെ നാമം, പിതാവിൻ്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ചാള പിടിച്ച് കിടന്ന് അവർക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തു. അടുത്ത അവർ നിനക്കുള്ള പിതാവിൻ്റെ വകയായ ശിഷ്യന്മാരെ. നമ്മളെന്താ വിചാരിച്ചേ? ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുക പലരും. അവരെ മീൻ പിടിച്ച് കിടന്നവർ. എടാ, സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ആ സമയം വന്നപ്പോൾ പുത്രൻ്റെ കയ്യിലോട്ട് കൊടുത്തു. പുത്രനെ ഓരോരുത്തരെ വിളിച്ച് വേർതിരിച്ച് പുത്രൻ്റെ കയ്യിലായി അവരെല്ലാവരുമായി. അതിന് അവരോടാണ് കർത്താവ് ഇടപെടുന്നത്. നീ എനിക്ക് തന്നിട്ടോ നിനക്കുള്ളവരാകെ കൊണ്ട് സ്തോത്രം, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചു. നിൽക്കണേ, ഒരു നിമിഷം അവിടെ നിൽക്കണേ. കുറച്ച് ഭാഗം കൂടി വായിക്കാണ്ടതില്ലേ. സ്തോത്രം. അവർ നിന്റെ വചനം പ്രമാണിച്ചു. യേശു നിൽക്കട്ടെ. ഒരു വലിയ ഗ്രൂപ്പ് യേശുവിൻ്റെ പുറകെ പോയി. ഈ പോയത് എന്തിനാ? രോഗശാന്തിക്ക്, പുട്ടടിക്കാൻ, പിന്നെ കുഞ്ഞിൻ്റെ സൗഖ്യം, പിന്നെ ഓരോരോ കാര്യങ്ങൾ ഓരോ ഭൗതികമായ കാര്യങ്ങൾ നിറവേറ്റണം. ഇന്നും അത് തന്നെയല്ലേ? ദൈവരാജ്യത്തിൽ പോകാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുക. സ്വർഗരാജ്യത്തിലേക്ക് പോകണമെന്ന് കൂട്ടായ്മ ആചരിക്കാനായിട്ട് പൊത്തം കൊടുത്തുകൊണ്ട് സഭായത്തിൽ വരുന്ന എത്ര പേരുണ്ട്? 3 മണിക്കൂർ അവിടെ പാസ്റ്റർ കുറച്ച് കാര്യങ്ങളൊക്കെ പോലെ അതൊക്കെ കേട്ടെങ്ങനെ ഇരിക്കാം. അത് കഴിയുമ്പോൾ എല്ലാ ചർച്ചിലും അല്ല, ചില ചർച്ചിലൊക്കെ അത് കഴിയുമ്പോൾ നല്ല മുട്ടൻ ബിരിയാണി, ചില സ്ഥലങ്ങളിൽ വമ്പൻ ചാപ്പാട്, ചില സ്ഥലങ്ങളിൽ കാറ്ററിംഗുകാർ. എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. മീറ്റിംഗ് കഴിയുമ്പോൾ 1000-2000 പേരോടത്ത് കാറ്ററിങ്ങിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നു, ഡോറ് തുറക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിരിയാണി മറ്റു ചപ്പയോറെല്ലാം എടുത്ത് എല്ലാവർക്കും സുഭിക്ഷമായിട്ട് കൊടുത്ത് എല്ലാവരും ഭക്ഷിച്ച് ടാറ്റ പറഞ്ഞ് ബൈ പറഞ്ഞ് എല്ലാവരും പോവുക. അത്യാവശ്യം വണ്ടിക്കാശ് വേണമെന്നവർക്കൊക്കെ അവർ കൊടുക്കുകയും എല്ലാം ചെയ്യും. മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഇന്ന് ശുശ്രൂഷകന്മാരിൽ നല്ലൊരു ശതമാനം ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. കർത്താവിൻ്റെ ശിഷ്യന്മാരും അങ്ങനെയല്ല ചെയ്തത്. അവർക്ക് വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തു, അവരെ രോഗികളെ സൗഖ്യമാക്കി. ശരിയാണ്, കർത്താവ് രോഗശാന്തി കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും അല്ല വന്നത്. കർത്താവ് എന്തിനാ വന്നത്? സക്കായിയുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് വന്നത് എന്താണെന്നൊരു ചെറിയ വാക്യം പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാതറിയെങ്കിലും എന്ന് പറയാം. സക്കായിയുടെ വിഷയത്തിൽ ആ ചാപ്റ്ററിൻ്റെ അവസാന അധ്യായത്തിൽ ഒരു കുഞ്ഞു വാക്യം കിടപ്പുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത്. കർത്താവ് വന്നത് സ്വർഗരാജ്യത്തിൽ കാണാതെ പോയി. നമ്മളൊക്കെ, ഞാൻ കാണാതായി. നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിൽ നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേരൊന്നും ഇല്ലായിരുന്നു. സ്വർഗരാജ്യത്തിൽ നമ്മുടെ പേരില്ലായിരുന്നു. ആധാറിലുണ്ടായിരുന്നു, റേഷൻ കാർഡിലുണ്ടായിരുന്നു, പിന്നെ തിരിച്ചറിയൽ കാർഡിലുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ തരുന്ന ഓരോ പുതിയ കാർഡുകളുണ്ടല്ലോ, ഇൻഷുറൻസിൽ, ഇതിലൊക്കെ നമ്മുടെ പേരുണ്ട്. സ്വർഗരാജ്യത്തിൽ നമ്മുടെ പേരില്ലായിരുന്നു.
ആ സ്വർഗരാജ്യത്തിൽ പേര് ചേർക്കാനാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മുടെ കടം മാറ്റാനും, നമ്മുടെ കഷ്ടത മാറ്റാനും, നമ്മുടെ കണ്ണീര് തുടയ്ക്കാനും, നമുക്ക് കാറ് പിടിച്ചു തരാനും, നമുക്ക് വീട് വെച്ച് തരാനും, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാനൊന്നുമല്ല വന്നത്. കർത്താവ് നമുക്ക് ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രധാന വിഷയം യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷത്തിൽ കൂടി ഞാൻ അപകരിച്ച് പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്, കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നിത്യജീവൻ നമുക്ക് തരാനാണ്. ഹല്ലേലൂയ! നമുക്ക് നിത്യജീവൻ തരാനാണ് കർത്താവ് വന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് കർത്താവ് നൽകി തരും, അല്ലേ? ആദിലിൻ്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തിന്നാനും കുടിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളത് കർത്താവ് തരും. അത് വേറൊരു വിഷയം. ഏറ്റവും പരമപ്രധാനമായ കർത്താവ് നമുക്ക് തരുന്നത് നിത്യജീവനാണെന്ന് നമ്മൾ മറന്നു പോകരുത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾ സസൂക്ഷ്മം വായിച്ചു പഠിക്കണം. എല്ലാ വാക്യങ്ങളും വായിക്കാൻ എനിക്ക് സമയമില്ല. അതിൻ്റെ 8-ാം വാക്യം വായിച്ചാട്ട് സഹോദരി. 8. മതി. നീ എനിക്ക് തന്ന വചനം. അപ്പൊ കർത്താവ് വചനം അപ്പോസ്തലന്മാരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഈ വചനം ആരുടെയാ? പിതാവ് കർത്താവിന് നീ എനിക്ക് തന്ന വചനം. കർത്താവ് സ്വയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന്. നമ്മളങ്ങനെ സ്തോത്രം പഠിക്കണം. പിതാവ് എന്ത് പറയണം, എന്ത് ചെയ്യണം, അത് മാത്രമേ കർത്താവ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമുക്ക് വായി തോന്നൊക്കെ പിടിച്ചു പറയാം, എന്തും പറയാം, അല്ലേ? ആ ഒരു സ്ഥിതിയിലേക്ക് മാറി കാര്യങ്ങൾ. എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഒരു ലൈസൻസും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോക്ക്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. പിതാവ് കൽപ്പിച്ചത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. സ്തോത്രം. അവരത് കൈക്കൊണ്ടു. അടുത്ത അതിൻ്റെ 11-ാം വാക്യം വായിച്ചാട്ടെ. ആ അപ്പൊ പിതാവേ ഞാൻ അങ്ങോട്ട് വരിക, എവര് ലോകത്തിലിരിക്കുക. എവര് ലോകത്തിലിരിക്കുമ്പോൾ ഈ വചനം ആരിലേക്ക് പോയി? ശിഷ്യന്മാരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. കർത്താവർക്ക് വചനം കൊടുത്തു കഴിഞ്ഞു. ഇനി നീ അവരെ സൂക്ഷിക്കണം. എവര് നഷ്ടപ്പെട്ടു പോയാൽ ലോകത്തിന് രക്ഷയുടെ സുവിശേഷം കിട്ടുന്നില്ല. സ്തോത്രം. ഈ 12 പേര് ലോകം മുഴുവൻ പോയി പ്രസംഗിച്ച് ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം അവരിലൂടെ സുവിശേഷത്തിലൂടെ ദൈവം പദ്ധതി ചെയ്തിരിക്കുക. അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം. അതാണ് ആ 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ. സ്തോത്രം. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന വചനത്തിൽ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഇനി എല്ലാം വായിക്കാൻ സമയമില്ല. 14-ാം വാക്യം. ഞാൻ അവർക്ക് നിന്റെ വചനം. അടുത്തേ എത്രയോ മാർമികമായൊരു ഭാഗമാണ്. 8-ാം വാക്യത്തിൽ പറഞ്ഞു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. 14-ാം വാക്യത്തിൽ ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കും. അപ്പോൾ ഒരു സാക്ഷിയുള്ള വാക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ സ്തോത്രം ലൗകികനല്ലാത്തതുപോലെ അവരും. അപ്പം ഞാൻ ലൗകികനല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. ഈ ലോകത്തിൽ രണ്ടുപേരായി കർത്താവ് ജീവിച്ചില്ല, അപ്പോസ്തലന്മാരും ജീവിച്ചില്ല. അതുപോലെ അവരും അങ്ങനെ തന്നെ ആയിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരും കർത്താവും ലോകപ്രകാരം ജീവിച്ചില്ല. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല എന്ന് സാക്ഷ്യം പറയുക കർത്താവ് അവരെ കുറിച്ച്. നമ്മളെന്താ വിചാരിച്ച്? ഇതിപ്പോൾ പാസ്റ്റർമാർക്ക് എന്ത് വേണം? ജോസഫ് പാസ്റ്റർ മന്ത്രിയാകണം, MLA ആകണം, അല്ലേ? ജനപ്രതിനിധികളാകണം, അല്ലേ? ലോകമനുഷ്യൻ കാശുണ്ടാക്കണ പോലെ നമുക്ക് കാശുണ്ടാക്കണം, അല്ലേ? എന്താ അവരുടെ ഉദ്ദേശം? ഇതൊക്കെ പൊളിച്ചു കളയാൻ കർത്താവിനോട് പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് പൊളിക്കുന്നത്. ഇന്ന് കാണുന്ന ഈ ദൈവഹിതമല്ലാത്ത പ്രസ്താവനകൾ ഇറക്കുന്ന പാസ്റ്റർമാർ ഒരു കാര്യം ചിന്തിച്ചോണം. കർത്താവ് ലൗകികനല്ലായിരുന്നു, അതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരും ലൗകികനല്ലായിരുന്നു എന്നാണ് ആ വാക്യം ഇവിടെ വെളിപ്പെടുത്തിയത്. സ്തോത്രം, 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 സ്തോത്രം. ഇനി അതിൻ്റെ 16-ാമത്തെ വാക്യം കൂടി വായിച്ചാട്ട്. ഞാൻ ലൗകികനാലും അവരും ലൗകികന്മാരല്ല. അപ്പം നമ്മൾ ലൗകികന്മാരല്ലെന്നേ. നമ്മൾ ലൗകികന്മാരാകരുതേ. നമ്മൾ ഈ ലോകപ്രകാരം ജീവിക്കല്ലേ. ലോകത്തിലെ ലോക മനുഷ്യൻ ഇടപെടുന്ന പോലെ, സംസാരിക്കുന്ന പോലെ, പ്രവർത്തിക്കുന്ന പോലെ അവർ ഭരിക്കുന്നെങ്കിൽ അവർ ഭരിക്കട്ടെ. നമ്മൾ ഒരു ഭരണത്തിനും പോണ്ട. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾ പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം രാമരാജ്യം. മുസ്ലിങ്ങൾ പറയുന്നു ഞങ്ങളുടെ ഇസ്ലാമാണ്, ഞങ്ങൾ ഈ ലോകം മുഴുവൻ ഞങ്ങൾ സ്തോത്രം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക രാജ്യമായി, ഇസ്ലാമിക ലോകമായി തീരണമെന്ന് അവർ പറയുന്നു. ഹിന്ദുക്കൾ പറയുന്നു രാമരാജ്യമായി മാറണമെന്ന്. നമ്മളെന്താ പറയുന്നത്? നമുക്കിതൊന്നും വേണ്ട, നമുക്ക് ദൈവരാജ്യം,
നമുക്ക് സ്വർഗരാജ്യം, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ചിന്ത, ഈ കൺസെപ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ നിന്നോ ചിന്താമണ്ഡലത്തിൽ നിന്ന് എപ്പോൾ മാറിപ്പോയാൽ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ലോകത്തിന് അനുരൂപരാകരുത്. എവിടെ എഴുതിയിരിക്കുന്നു? സ്തോത്രം, റോമാലേഖനം 12-ാം അധ്യായം. സ്തോത്രം, യോഹന്നാൻ 15 എഴുതിയിരിക്കുന്നു, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പം നമ്മൾ ലോകക്കാരെ പോലെ ജീവിക്കാനുള്ളവരല്ല, ഈ ലോകത്തിൻ്റെ ഗതിവിധികൾക്കനുസരിച്ച് പോകേണ്ടവരല്ല. ലോകത്തിൻ്റെ വർണ്ണചക്രം തിരിക്കുന്നവരെ തിരിച്ചോട്ടെ. ലോകത്തിൻ്റെ യാതൊന്നിലും നമ്മൾ ഇടപെടരുത്. നമുക്ക് കിട്ടിയ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ദൈവവചനം അനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു വിശുദ്ധ കൂട്ടമാണ് നമ്മൾ. ഇനി 20-ാം വാക്യം വായിക്കാം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ ഞാൻ അപേക്ഷിക്കുന്നു. ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു 10 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് പ്രാർത്ഥനയോടെ വായിച്ചു പഠിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, പിതാവ് തിരഞ്ഞെടുത്ത് ശിഷ്യന്മാർ കൊടുത്തു, കർത്താവിന് കൊടുത്തു. കർത്താവ് വചനമെല്ലാം അവരെ പരമേൽപ്പിച്ചു. കർത്താവ് അവരെ എന്ത് ചെയ്തു? ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കും. വേറൊരു ഭാഗത്തുണ്ട്, പിതാവെ നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ കർത്താവ് പിതാവ് യേശുവിനെ അയച്ചതുപോലെ യേശു ലോകത്തിലേക്ക് അയച്ചവരാണ് ആദ്യമേ ശിഷ്യന്മാർ. നമ്മൾ ആ ശിഷ്യന്മാർ പറയുന്ന വചനം കേട്ട് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടമാകും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അത്രത്തോളം വ്യക്തവും കൃത്യമായിട്ട് അവർ നമുക്ക് വചനം തന്നിരിക്കുക. ഇനി ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് വരിക. ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. അപ്പോൾ പുത്രൻ മുഖാന്തരം ആരിലൂടെ അരുളി ചെയ്തു? അപ്പോസ്തലന്മാരിലൂടെ അരുളി ചെയ്തു.